ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സിങ് പർച്ചേസ് ചെയ്യാൻ പോകുന്നതും അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ സൺഡേ എന്നിട്ട് അവളുടെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണത്. കാര്യമായിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ആഡ് ചെയ്തിട്ട് ചെറിയൊരു വ്ളോഗും അപ്ലോഡൊക്കെ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ എൻ്റെ 2 ഫ്രണ്ട്സായിരുന്നു കേട്ടോ മേക്ക് ഓവർ ചെയ്യാൻ വന്നിരുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മെഹ്വിൻസ് മേക്ക് ഓവർ എന്ന് പറയും. അവളും അവളുടെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ ഒരു കൂടെ പഠിച്ച ഫ്രണ്ടും ആയിരുന്നു കേട്ടോ. അവർ ഏകദേശം ഒരു 9 മണിയോളം വന്നിട്ട് എളുപ്പം തന്നെ റെഡിയാക്കി കഴിഞ്ഞിട്ടോ. അങ്ങനെ വീഡിയോഗ്രാഫറായിട്ട് വന്നിരുന്നത് ഷിയാസിക്കായായിരുന്നു കേട്ടോ. സ്നോ വൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. ഷിയാസിക്ക തന്നെയായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റും വിവാഹമൊക്കെ ഷൂട്ട് ചെയ്തു. അതുപോലെ എൻ്റെ മാമാടെ ഷൂട്ട് ചെയ്തു. അതുപോലെ എൻ്റെ ഒരു കസിൻ്റെ ഷൂട്ട്, അങ്ങനെ എല്ലാം ഷിയാസിക്ക തന്നെയായിരുന്നു കേട്ടോ. തൊട്ട് താഴെ നമ്മുടെ മദ്രസ ഹാളിൽ തന്നെ വെച്ചിട്ടായിരുന്നു പരിപാടി. ഏകദേശം 500 പേരുടെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. ചെറിയൊരു എൻഗേജ്മെൻറ്റ് പേരുടെ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലത്തെ ഡ്രസ്സ് വാങ്ങിയതാണ് കേട്ടോ. വേണ്ടവരെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ലിങ്ക് ഇട്ടുതരാം. അതുപോലെ നമ്മൾ ഏകദേശം ഒരു 10-11 ആയപ്പോഴത്തേക്കും നമ്മൾ വന്നു. അങ്ങനെ എൻ്റെ കസിൻ്റെ കൊച്ചാണ് ഇട്ടത്. ഭയങ്കര ക്യൂട്ടാണ് അവൾ. പക്ഷെ അവൾ ഒത്തിരി നമ്മുടെ അടുത്തേക്കൊന്നും വരത്തില്ല കേട്ടോ. ഞാൻ വിളിച്ചിട്ടൊന്നും വന്നില്ല. അങ്ങനെ അവളവിടെ ഡീസൻ്റായിട്ട് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേരൊക്കെ അത്യാവശ്യം എല്ലാവരും തന്നെ നമ്മൾ വിളിച്ചിട്ടുള്ള എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മാമിയുടെയും കൊച്ചിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേജ് വന്നിട്ട്. അങ്ങനെ പിന്നെ ഷിയാസ്കയുടെ കുറച്ച് വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നടന്നു. കൊച്ചാനോടും സൽമാച്ചോടും അവളെ സ്റ്റേജിലേക്ക് കയറ്റാൻ പറഞ്ഞു. പിന്നെ സ്റ്റേജിൽ നിന്ന് കുറച്ച് പേരുടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഏകദേശം ഒരു 12-12:30 ആയപ്പോഴേക്കും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അവരും ഏകദേശം ഒരു 25-50 പേരോളം വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ശരിക്കും അറിയത്തില്ല. ചെറിയ ഹാളായിരുന്നു കേട്ടോ, നമ്മുടെ മദ്രസ ഹാള്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം നല്ല തിരക്കായിരുന്നു. ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്രൂം വന്നിട്ട് നമ്മൾ ചെക്കൻ വീട് കാണാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ എല്ലാവരും പിന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരവിടുന്ന് കുറേ ഗിഫ്റ്റ് ഹാമ്പേഴ്സും അതുപോലെ അവരൊരു ചെറിയൊരു ചെയിൻ വളയാണ് ഇട്ടിരുന്നത്. അതുപോലെ അവനൊരു റിങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ കണക്ക് എല്ലാം നമുക്ക് ക്ലിപ്പിങ്സ് ആഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ തിരക്കായിരുന്നു, പിന്നെ ചൂടായിരുന്നു, പിന്നെ കൊച്ചിനെ പുറകെ നടപ്പും എല്ലാം കൂടെ ആയിട്ട് എല്ലാം ഒന്നും നടന്നില്ല. എന്നാലും കുറേ ഭാഗമൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവനക്കൊരു വാച്ച് കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ ഗിഫ്റ്റ് ഹാമ്പേഴ്സായിട്ട് ഡ്രസ്സ്, പിന്നെ അവർക്കൊരു ചെരുപ്പ്, പിന്നെ ഖുർആൻ, പിന്നെ കുറേ ചോക്ലേറ്റ്സ്, പിന്നെ കുറച്ച് നട്ട്സ്, അങ്ങനെ കുറച്ചധികം ഐറ്റംസ് ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ ചെയ്തിരുന്നത് അവളുടെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ അവൻ്റെ 2 സിസ്റ്റേഴ്സ് വരുന്നത്. പിന്നെ അവർ വളയും റിങ്ങൊക്കെ ഇട്ട് കൊടുക്കാണ്ട് സ്റ്റേജിലേക്ക് കയറി. പിന്നെ ഈ ചടങ്ങ് നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ താമസം വരുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ എല്ലാ ക്ലിപ്പിങ്സും എല്ലാം അവർക്ക് എടുക്കണമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചടങ്ങൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. പിന്നെ അതൊക്കെ അതിൻ്റെ ഒരു രീതിയാണല്ലോ. അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം റിങ് എക്സ്ചേഞ്ചും കഴിഞ്ഞു. അതുപോലെ തന്നെ വളയിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നേരം എല്ലാവരും കയറി സ്റ്റേജിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ നമ്മൾ വാച്ച് കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ആ ടൈമിലാണ് കൊച്ചിനെ കാണാണ്ടായത്. ഞാൻ കുറേ നേരം കൊച്ചിനെ തപ്പിയെടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അതുപോലെ 2-3 ഫോട്ടോസൊക്കെ എടുത്തു.
പിന്നെ അവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടൊരു ക്ലിപ്പിങ്സ് എടുത്തിട്ടോ. കാരണം എന്താ വെച്ചാൽ അവരെ ഒരേ മോഡൽ ചുരിദാറായതുകൊണ്ട് അങ്ങനെ. പിന്നെ എൻ്റെ ഇക്കാടെ വീട്ടിൽ നിന്ന് ചേട്ടത്തിയും അതുപോലെ ഉമ്മച്ചിയും ഇക്കായും വാപ്പച്ചിയും ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വെഞ്ചോറായിരുന്നു കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം ബിരിയാണി കഴിച്ചു. ബീഫ് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കൊച്ചും ഞാനും ഇക്കായും എല്ലാവരും കൂടി കയറി നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അച്ചു എന്നും പറഞ്ഞ കൊച്ചു എപ്പോഴും നടക്കുന്നുണ്ട്. അവൾ പറഞ്ഞു കൊച്ചിൻ്റെയും ഇങ്കുവിൻ്റെയും അവൻ്റെയും തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞാൽ അങ്ങനെ എടുത്തു. പിന്നെ ഫോട്ടോസൊന്നും നമുക്ക് ഷിയാസ്ക്ക് തന്നിട്ടില്ല കേട്ടോ നിലവിൽ. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ ടൈം ആയപ്പോഴത്തേക്കും നല്ല മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ രാവിലെ ഏകദേശം ഒരു 10 മണിയായപ്പോഴത്തേക്കും കേക്ക് വാങ്ങി വെച്ചാണ്. കട്ടിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം 1 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അത്രയും ടൈം ആയപ്പോഴത്തേക്കും കേക്ക് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. പിന്നെ അപ്പച്ചി അമ്മായിയും കയറി നിന്നിട്ട് വീഡിയോ എടുത്തു. പിന്നെ നമ്മളെല്ലാം ഫാമിലി ഫോട്ടോ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ച് നേരം വെറുതെ റെസ്റ്റ് ചെയ്യേണ്ട കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ആ ടൈമിൽ അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ എൻഗേജ്മെൻറ്റ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്